വെൽക്കം ഓൾ ടു കെറഡ് പി എസ് സി. കെറഡ് പി എസ് സിയിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയമണ്ട്സ് അല്ലെങ്കിൽ വജ്രത്തെ പറ്റിയാണ്. 3-4 പോയിൻറ്റ്സേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പഠിച്ച് പോകാം. നമുക്ക് ടൈം ധാരാളമുണ്ട്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ധാരാളം ടൈമുണ്ട് സെക്രട്ടറി ടെസ്റ്റിൻ്റെ അച്ചീവ് ചെയ്യാനായിട്ട്. സോ 3-4 പോയിൻറ്റ്സേ ഉള്ളൂ, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോയിൻറ്റ്സാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വജ്രം. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം എന്നറിയപ്പെടുന്നത് വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം എന്നറിയപ്പെടുന്നത് വജ്രമാണ്. 2. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു എന്ന് പറയുന്നതും വജ്രമാണ്. 3. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്ടോപ്പാണ് എന്തെന്ന് പറയുന്നത് വജ്രം എന്ന് പറയുന്നത്. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്ടോപ്പുകളാണ് വജ്രം. 4. കൃത്രിമമായി വജ്രം നിർമ്മിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയത് ഹെൻറി മോയ്സൺ ആണ്. അപ്പം ഹെൻറി മോയ്സൺ ആണ് കൃത്രിമമായിട്ട് വജ്രം കണ്ടെത്തിയത്. 5. വജ്രം വൈദ്യുതി കടത്തിവിടുന്നില്ല എന്നതിൻ്റെ കാരണം എന്ത്? വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ അഭാവം കൊണ്ടാണ് വൈദ്യുതി കടത്തിവിടാൻ സാധിക്കാത്തത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിലെ സ്വാതന്ത്ര്യ ഇലക്ട്രോണുകളുടെ അഭാവമാണ്, കുറവ് മൂലമാണ് എന്ത് കടത്തിവിടാൻ സാധിക്കാത്തത്? വൈദ്യുതി കടത്തിവിടാൻ സാധിക്കാത്തത്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. വജ്രത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ്. എളുപ്പമാണ് ഓർത്തിരിക്കാൻ. വജ്രത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ക്യാരറ്റാണ് വജ്രത്തിൻ്റെ ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ക്യാരറ്റ് എപ്പോഴും നമ്മുടെ അടുക്കളയിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. സോ ക്യാരറ്റ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 100 ക്യാരറ്റ് വജ്രം അറിയപ്പെടുന്നത് എന്താണ്? പാരഗൺ ആണ്. അതും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലേ. ഏറ്റവും നല്ലൊരു പ്രശസ്തമായിട്ടൊരു ഹോട്ടലോ മറ്റോ ആണ് പാരഗൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പം 100 ക്യാരറ്റ് വജ്രം എന്നറിയപ്പെടുന്നത് പാരഗൺ ആണ്. വജ്രത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാരറ്റ് ആണ്. ഓക്കെ, വജ്രത്തിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികളാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ ഓരോരോ ഷെഡ്യൂളായിട്ട് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക്